നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ. ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദവുമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ലളിതമായിട്ടുള്ള സഹജമാർഗ സാധന ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് പ്രയർ. എഡ്യൂക്കേഷനിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം. എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഉള്ളിൽ നിന്നും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ അസ് എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ പ്രകടമാക്കാൻ ഉള്ള വഴിയാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പൂർണ്ണരാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗർഭാവസ്ഥയിൽ ശരീരം നിർമ്മിക്കാനും
അവയവങ്ങൾ നിർമ്മിക്കാനും എല്ലാമുള്ള അറിവ് ആ ലൈഫ് ഫോഴ്സിനുണ്ട്. പുറത്തേക്ക് വന്നതിന് ശേഷവും ഒരു കുട്ടി ആ ലൈഫ് ഫോഴ്സ് തന്നെയാണ് ഡിപ്പെൻഡൻ്റ് ആയി കാണുന്നത്. പ്രസവിച്ച ഉടൻ തന്നെ കുട്ടി കരഞ്ഞില്ലെങ്കിൽ എല്ലാവരും കരയും. കാരണം ആ ലൈഫ് ഫോഴ്സ് ആ ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. എത്ര സുന്ദരമായിട്ടുള്ള ശരീരമാണെങ്കിലും ജീവനില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് ഉപയോഗമില്ല. അപ്പൊ ഈ ലൈഫ് ഫോഴ്സ് കുട്ടിക്കാലത്ത് നാച്ചുറലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. കാരണം അവിടെ ഇന്നസെൻസ് ഉണ്ട്, അവിടെ പ്രാർത്ഥനാ ഭാവമുണ്ട്, അവിടെ ആ വ്യക്തിത്വം തൻ്റെ തന്നെ എക്സ്പ്രഷനിലേക്ക് തിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പൊ ലഭിക്കുന്നത് അതുപോലെ തന്നെ അതേ പ്യൂരിറ്റി തന്നെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് കുട്ടി ഇന്നസെൻ്റ്. കുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, നാച്ചുറലാണ്. പക്ഷെ ഒരു മനുഷ്യൻ്റെ കുട്ടി അങ്ങനെ ഇൻഫൻ്റ് ആയിട്ടിരുന്നാൽ മതിയോ? തീർച്ചയായിട്ടും അത് പോരാ. ആ ഇന്നസെൻസ് കുട്ടി വളർന്ന് വരുമ്പോൾ തൻ്റെ പ്രവൃത്തികളിൽ മുഴുവൻ അത് കൊണ്ടുവരണം. ആ പ്യൂരിറ്റി, തന്നിലേക്ക് ഒഴുകി വന്നിട്ടുള്ള ആ സ്നേഹത്തെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോഴേ ആ ജീവിതം വിജയകരമാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്കാലത്തുള്ള ആ ഒരു ഭാവം സംരക്ഷിക്കാനായിട്ട് വളരെ നേരത്തെ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവുണ്ടായിരുന്നത്. ഇപ്പോഴും ശരിക്കും അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിൽ റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോളിൻ്റെ അടുത്ത് പ്രാർത്ഥനാഭാവത്തിൽ പൂർണ്ണമായിട്ട് സെൻറ്റേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗുരുനാഥൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ കുട്ടിക്ക് ആ വൈബ്രേഷൻ മനസ്സിലാവുന്നു. ഇനി ജീവിതം എങ്ങനെ നയിക്കണം എന്ന് അറിയാതെ തന്നെ തിരിച്ചറിയുന്നു. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബി ലൈക്ക് ലിറ്റിൽ ചിൽഡ്രൻ. അപ്പോഴേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അത് മിസ് ചെയ്യുന്നു. കുട്ടിക്കാലത്ത് ആദ്യം തന്നെ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നു, ആദ്യം തന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കാനുള്ള വ്യഗ്രതയാണ്. കുട്ടിക്ക് ടോയ്ലറ്റ് പോകാൻ അറിയില്ല, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തൻ്റെ ആ ഇന്നസെൻസ് നിലനിർത്താൻ സമ്മതിക്കാതെ നമുക്കൊരു വ്യഗ്രതയാണ്, നമ്മളെപ്പോലെ തന്നെ ആക്കിയെടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. നമ്മുടെ ഫാമിലി പോലെ, നമ്മുടെ സൊസൈറ്റി പോലെ ആക്കി തീർക്കുക. നമ്മൾ ആ കുട്ടിയിലേക്ക് നമ്മുടെ തന്നെ ന്യൂനതകൾ അടിച്ചേൽപ്പിക്കുന്നു. അത് ഏത് വിധത്തിലായാലും അത് ന്യൂനത തന്നെയാണ്. ഭൗതിക ജീവിതത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ശരിക്കും ജീവിക്കാൻ എന്താ വേണ്ടത്? സ്നേഹം മാത്രം മതി എന്നുള്ളത് കുട്ടിക്കാലം വരെയുള്ള ടൈം നോക്കിയാൽ അറിയാം. പക്ഷെ പിന്നെ അങ്ങോട്ട് നമുക്ക് എന്തൊക്കെയോ വേണം എന്നുള്ള തോന്നലാണ്. അത് ഓരോ സൊസൈറ്റിയിലും ഓരോ സമ്പ്രദായത്തിലും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചേഴ്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ കുട്ടിയുടെ ആ എക്സ്പ്രഷൻ തടുക്കപ്പെടുകയാണ്, നാച്ചുറലായിട്ട് എക്സ്പ്രഷനെ തടുക്കപ്പെടുകയാണ്. നമ്മൾ നമ്മുടെ രീതിയിൽ കുട്ടീനെ മോൾഡ് ചെയ്യുന്നു. കുട്ടി പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറമേയുള്ള അറിവിലാണ്. പാസ്റ്റ് നോളജ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൾ എന്ന് പറയുന്ന പാസ്റ്റിൽ നിന്നുള്ള നോളജുകൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതാണ് നമ്മുടെ കൾച്ചർ, അത് മറ്റേ നമ്മുടെ കൾച്ചർ അല്ല, അത് വ്യത്യസ്തമാണ്, അത് വേറെ വഴിയാണ്. ഇങ്ങനെ സെപ്പറേഷൻ കൊണ്ടുവരുന്നു, സെഗ്രിഗേഷൻ കൊണ്ടുവരുന്നു, അതർനെസ് വരുന്നു. അപ്പോൾ കുട്ടി അറിയാതെ തന്നെ ഒരു റോബോട്ടിനെ പോലെ ആയി മാറുകയാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട്. നമ്മളെ നയിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ശരിക്കും നമ്മളും ഈ തരത്തിൽ പുറമേ നിന്നുള്ള ഈ തരത്തിലുള്ള അറിവുകളിൽ ഡിപ്പെൻഡൻ്റ് ആയി മാറുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള അറിവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പുറമേ നിന്ന് ലഭിക്കുന്ന പാസ്റ്റ്
മുൻവിധികളിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം അങ്ങനെ ആരംഭിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ശരിയും ഓരോ തെറ്റുകളും, ഓരോ സ്ഥലത്ത് ഓരോ ധർമ്മവും ഓരോ അധർമ്മവും, ഓരോ മതങ്ങൾക്ക് ഓരോ തത്വങ്ങളും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമാണ്. ഡ്രസ് പാറ്റേൺസ് വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ ഡിഫറൻസസ് ആണ്. നമ്മുടെ മാതിരിയല്ല. അപ്പൊ നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരുപോലെ കാണാൻ സാധിക്കില്ല. കുട്ടിക്കാലത്ത് എല്ലാം ഒരുപോലെ കാണാൻ സാധിച്ചിരുന്ന ഒരു കുട്ടിയെ നമ്മൾ അതിന്ന് ഡൈവേർട്ട് ചെയ്യാം. നമ്മൾ അജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാം. ഇഗ്നോറൻസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏജ് വളരും തോറും ആ പ്യൂർ ആയിട്ടുള്ള ആ ഫ്ലോന്റെ എക്സ്പ്രഷന്റെ ബുദ്ധിമുട്ട് കൂടി വരും. എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ മാൻ. ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ചാരിജി മഹാരാജ് പറഞ്ഞ ക്യാരക്ടർ ഇസ് നത്തിങ് ബട്ട് പ്യൂർ ലവ്. പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് പരിശുദ്ധമായിട്ടുള്ള ക്യാരക്ടർ. എല്ലാ സമയത്തും ആ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. മുമ്പിലുള്ളത് ആരാണ്, എന്താണോ, മുമ്പിലുള്ള അനുഭവങ്ങൾ എന്താണോ എന്ന് ചിന്തിക്കാതെ എല്ലാ സമയത്തും സ്നേഹത്തോടുകൂടി പെർഫെക്ഷനോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ ജീവിത വിജയമായി. ഭഗവാൻ അതിനെ സ്ഥിതപ്രജ്ഞൻ എന്നെല്ലാം വിളിക്കുന്നു. ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞ തഥോച്യതേ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രായം ചെല്ലും തോറും ഈഗോ തൻ്റെ ഫീൽഡിലേക്ക് തിരിഞ്ഞിട്ട് ഡിപ്പെൻഡന്റ് ആവുന്നു. ഡിപ്പെൻഡന്റ് ആവുന്നത് എന്തിലാണ്? ഓൾറെഡി ഇവിടെ ഉള്ള നോളജിൽ ഡിപ്പെൻഡന്റ് ആവുന്നു. അതൊന്ന് മാറാൻ നമുക്ക് സാധിക്കുന്നില്ല. ശരിക്കും നമ്മൾ റോബോട്ട്സിനെ പോലെയാണ്, വൃതാവസ്ഥയിലാണ്, ഉറങ്ങുകയാണ്, കോമയിലാണ്. എങ്ങനെയാണ് നമുക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് അറിയാതെ പോകും. എന്താണ് സ്നേഹം എന്ന് തന്നെ അറിയാതെ പോകും. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ സാധിക്കാതെ മാറിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അതിനാണ് യോഗ സാധന എന്നെല്ലാം പറയുന്നത്. പതഞ്ജലി മഹർഷി ഈ യോഗ സാധന അഷ്ടാംഗ യോഗ പദ്ധതിയായിട്ട് എന്നെ സയന്റിഫിക് ആയിട്ട് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യോഗ സാധന ചെയ്യേണ്ടി വരുന്നത് തന്നെ ഒരു കഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അഷ്ടവക്ര ഗീതയിൽ പറയുന്നത് കഷ്ടമാണ്. ഒരു ജീവിക്കും ഇങ്ങനെ ഒരു സാധന ആവശ്യമില്ല. ഒരു നാച്ചുറൽ ആയിട്ടാണ് ജീവിക്കുന്നത്. നാച്ചുറൽ ഋതം അനുസരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യന് ഈ നാച്ചുറൽ ഋതം ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈഗോ ഡോമിനേറ്റ് ചെയ്തു. ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതോറും മനുഷ്യൻ കൺസ്ട്രിക്റ്റഡ് ആവണം. നമ്മളിലേക്ക് വരുന്ന പ്യൂർ ആയിട്ടുള്ള അറിവിനെ ആ പ്യൂരിറ്റിയിൽ നമുക്ക് ഫ്ലോ ചെയ്യാനും പ്രവർത്തിക്കാനും ഉപയോഗിക്കാനും സാധിക്കാതെ മാറുന്നു. ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ ആവുമ്പോൾ എൻ്റെ മെഡിക്കൽ നോളജ് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള സ്നേഹം അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എനിക്ക് പലതും ചെയ്യണം എന്നുണ്ട്. ഒരു പാവപ്പെട്ട വ്യക്തി വരുമ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എനിക്ക് ബാഹ്യമായുള്ള സമ്മർദ്ദമുണ്ട്, പ്രോഫിറ്റ്, അതുപോലെ തന്നെ മുൻവിധികൾ, ഇതെല്ലാം ഇടപെടും. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല? കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റിലാണ്. നമ്മൾ നോളജ് പുറമേ നിന്ന് നേടും. അപ്പൊ ഈ തരത്തിൽ പുറമേ നിന്നും ഉള്ള നോളജ് സ്വീകരിച്ച് തന്നെ, നമ്മൾ എക്സ്പീരിയൻഷ്യൽ നോളജ് സ്വീകരിച്ച് തന്നെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ആ സമയത്ത് സ്നേഹം ഉപയോഗിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് എൻ്റെ ഹൃദയം അവിടെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് ആയിട്ട് വേണ്ടി വരുന്നത്. ശരിക്കും കുട്ടിക്കാലത്ത് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, സെൻറ്റേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലാണ്. ഈശ്വരൻ ഒന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് അത് നാച്ചുറലായിട്ട് അറിയുന്നു. എൻ്റെ മോള് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവാലയത്തിൽ പിൽഗ്രിംസ് പോയിട്ട് കുറെ ആൾക്കാർ മരിച്ചു, തിക്കിലും തിരക്കിലും. അപ്പോൾ ഇവള് ചോദിച്ചു, അച്ഛാ, ഈശ്വരൻ ഹൃദയത്തിലല്ലേ വസിക്കുന്നത്? നമ്മുടെ എല്ലാവരും ഹൃദയത്തിലല്ലേ വസിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈശ്വരനെ തേടി പുറത്തേക്ക് പോകുന്നത്? എന്തിനാണ് അവിടെ ഈ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടിട്ട് മരിക്കണത്? എന്താണ് ഇവർക്കത് മനസ്സിലാവാത്തത്? ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് ചോദിച്ചത്. കാരണം അവള് ആദ്യം തന്നെ ഇതിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. അവർക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികളിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്.
സഹജമാർഗത്തിൽ ഇപ്പൊ ഗീതോപദേശ് പ്രോഗ്രാം എല്ലാം ഉണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കുട്ടികൾക്ക് ഈ തരത്തിലെ ഒരു പരാവിദ്യ എന്ന് പറയും. നമ്മൾ പഠിക്കുന്നതൊക്കെ അപരാവിദ്യ, ഒബ്സർവബിൾ യൂണിവേഴ്സിലുള്ള അറിവുകൾ. അത് തീർച്ചയായിട്ടും വേണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ പരാവിദ്യ, ഹൃദയത്തിൽ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഭാവം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും വേണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. ക്രമേണ നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ നമ്മൾ പ്യൂരിറ്റി കൊണ്ടുവരണം, ഡിവനൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ പ്രവൃത്തിയിൽ പൂർണ്ണത കൈവരിക്കും. ഇതിനേക്കാളും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിച്ചേരുന്നു. അതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് തോന്നുന്നത്. അഷ്ടാംഗ യോഗ പദ്ധതിയെക്കുറിച്ചും എങ്ങനെയാണ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.